നമ്മുടെ ബാലേന്ദ്രൻ ചുള്ളിക്കാട് നിത്യവിവാദ പുരുഷനാണ്. അദ്ദേഹം എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും എപ്പോഴും വിവാദമാണ്. ഞാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കണ്ട കാലം തൊട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. കാരണം ഒന്നാം തരം കവിയാണ് ബാലേന്ദ്രൻ, ഒന്നാം തരം കവി. ഇപ്പോൾ ഇന്ന് നമ്മുടെ ഭാഷയിൽ 2-3 കവികളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ബാലേന്ദ്രൻ്റെ പേര് പറയും. ഇതുപോലെ ഒന്നാം തരം പ്രഭാഷകനുമാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രഭാഷകൻ ചുള്ളിക്കാടാണ്. ചുള്ളിക്കാട് മലയാളം BA മലയാളം MA ഒന്നും പാസ്സായിട്ടില്ല. സാഹിത്യവും സാഹിത്യശാസ്ത്രവും നിരൂപണവും ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ പണ്ഡിതനാണ്, ഉൾക്കാഴ്ചയുള്ള ആളാണ്, നല്ല പ്രഭാഷകനാണ്. ആശാനെപ്പറ്റിയോ ചങ്ങമ്പുഴയെപ്പറ്റിയോ വൈലോപ്പിള്ളിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാനിപ്പോൾ നേരിട്ട് കേൾക്കുന്നത് കുറവാണ്, യൂട്യൂബിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നതെന്ന് വെച്ചാൽ ചുള്ളിക്കാടിൻ്റെ പുതിയ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അദ്ദേഹം ആ നിലപാട്, ആ തീരുമാനം പിൻവലിക്കണമെന്ന് ഞാൻ പറയും. എന്താണ് ഇപ്പോൾ പുതുതായിട്ടുണ്ടായത്? ഒന്നുമില്ല. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി നടത്തിയ ഒരു സാഹിത്യോത്സവത്തിൽ സംസാരിക്കാൻ പോയി. അദ്ദേഹം എറണാകുളത്ത് നിന്ന് തൃശ്ശൂരേക്ക് കാറ് വിളിച്ചാണ് പോയത്. കാറ് തിരിച്ചും പോന്നു. പക്ഷേ അദ്ദേഹത്തിന് കൊടുത്ത പൈസ ആ കാർ വാടകയ്ക്ക് തികയുമായിരുന്നില്ല. അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തില്ല, കാർ വാടക മുഴുവൻ കൊടുത്തില്ല. അത് വളരെ പ്രതിഷേധാർഹ ഒരു കാര്യമാണ്. അദ്ദേഹം അത് പുറത്തറിയിച്ച് ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പരിഹാസമായിട്ട് പറഞ്ഞ മാതിരി സീരിയലിൽ അഭിനയിച്ച് കിട്ടിയ പൈസയും കൂടി കൂട്ടി 1200 രൂപ കയ്യിൽ നിന്ന് കൂട്ടിയിട്ടാണ് ആ കാർ വാടക കൊടുത്തത്. അപ്പോൾ ഇത് അക്കാദമിയുടെ ഭാഗത്തുള്ള വലിയ വീഴ്ചയാണ്. ചുള്ളിക്കാടുന്നില്ല, പ്രഭാഷകനായിട്ട് പ്രസംഗിക്കാനായിട്ട് പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ആര് വന്നാലും അവരുടെ ഭക്ഷണം, താമസം, യാത്ര, പ്രതിഫലം തുടങ്ങിയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അക്കാദമിയുടെ ഉത്തരവാദിത്തമാണ്. അത് ചുള്ളിക്കാടാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ പിന്നെ അത് വലിയ വിവാദമായപ്പോൾ ചുള്ളിക്കാട് എന്താ ബസ്സിൽ വന്നാൽ പോരെ, നടന്നു വന്നാൽ പോരെ, എന്തിനാണ് കാർവാട യോഗ്യെന്നൊക്കെയുള്ള മട്ടിൽ വലിയ ബഹളം ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ ഉണ്ടായി. ഒക്കെ വളരെ മോശമാണ്. കാരണം ഒരു മനുഷ്യരോട് അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ ബസ്സിന് വന്ന് പോയിക്കോളണം എന്നാണ് നിലപാടെങ്കിൽ ആ നിലപാട് നേരത്തെ പറഞ്ഞാൽ ബാലേന്ദ്രൻ വരില്ല. കാരണം ബാലേന്ദ്രൻ്റെ പ്രായമായി. പിന്നെ ഈ ചൂടത്ത് അദ്ദേഹം ബസ്സിന് കയറി വരേണ്ട ഒരു കാര്യമില്ല. കാരണം ചെറിയ ആളല്ലല്ലോ. ചെറിയ ആളാണെങ്കിൽ അങ്ങനെ വരേണ്ട ആവശ്യമില്ല. പിന്നെ ആ പരിപാടിയിൽ അനവധി ആളുകൾ ഫ്ലൈറ്റിന് വന്നിട്ടുണ്ട്, പലരും വന്ദേ ഭാരതിന് വന്നിട്ടുണ്ട്, പലരും വളരെ ദൂരത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തു നിന്നൊക്കെ കാർ ഒഴിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തനിക്ക് വലിയ അവഗണനയോ അവമാനമായിട്ട് ബാലേന്ദ്രൻ തോന്നി. അതിൽ പ്രതിഷേധിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശമുണ്ട്. ഞാനതിൽ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. ഇപ്പോൾ പുതുതായിട്ട് എന്താ ഉണ്ടായത്? അപ്പോൾ MT വാസുദേവൻ നായർ അദ്ദേഹത്തെ ഒരു സാഹിത്യ പ്രഭാഷണത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹം സാഹിത്യ പ്രസംഗം നിർത്തിയെന്ന്. അത് പാടില്ല, അത് പാടില്ല. കാരണം സാഹിത്യ അക്കാദമി കാണിച്ച ഒരു മര്യാദകേടിന് അവരോട് പ്രതിഷേധിക്കുക എന്നല്ലാതെ കേരളീയരോട് മുഴുവൻ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. കാരണം ബാലചന്ദ്രൻ്റെ ആത്മാവിഷ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത് തീർച്ചയായിട്ടും കവിതയാണ്, രണ്ടാമതോ ഗദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ചിദംബര സ്മരണ എന്നുള്ള ലേഖന സമാഹാരം ഒന്നാം തരം പുസ്തകമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാവിഷ്കാരമാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അതുകൊണ്ട് ഞാനടക്കമുള്ള മലയാളികൾക്ക് വളരെ പ്രയോജനമുണ്ട്. അപ്പോൾ അവരോട് പിണങ്ങിയിട്ട് അവരോട് പ്രതിഷേധിച്ചിട്ട് അദ്ദേഹം സാഹിത്യപ്രസംഗം തന്നെ നിർത്തുക എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല. അതുകൊണ്ട് ബാലേന്ദ്രൻ്റെ ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക്, മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക്, ബാലേന്ദ്രൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തോട് അപേക്ഷിക്കാനുള്ളത് ആ തീരുമാനം കഴിയും വേഗം പിൻവലിക്കണം. അദ്ദേഹം പൂർവാധികം സാഹിത്യ പ്രഭാഷണം നടത്തണം. കാരണം അതുകൊണ്ട് മലയാളത്തിലെ സാഹിത്യപ്രേമികൾക്കും സാഹിത്യ നിരൂപണത്തിൽ താല്പര്യമുള്ള ആളുകൾക്കും സാംസ്കാരിക വിമർശനത്തിൽ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വലിയ പ്രയോജനമുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കവിത പോലെ, അദ്ദേഹത്തിൻ്റെ ഗദ്യം പോലെ ഒരു കലാനുഭവമാണ് എന്ന് അദ്ദേഹം ഓർക്കണം. വല്ലവരും ചെയ്ത തെറ്റിന്, മര്യാദകേടിന് അദ്ദേഹം മലയാളികളെ, ഞാനടക്കമുള്ള മലയാളികളെ ശിക്ഷിക്കരുത്. അദ്ദേഹം ഈ തരത്തിൽ ചെറുതായി പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.